ഞാനിപ്പോഴുള്ളത് റിയാദ് നഗരം, സൗദിയുടെ ആസ്ഥാനമായ റിയാദ് നഗരം. ആ റിയാദ് നഗരത്തിലെ ഒരു ഹോട്ടലിലാണ്. ഇവിടെ വരാനൊരു കാരണം, വേൾഡ് കപ്പ് 1934 വേൾഡ് കപ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇത് 2025 ആണെങ്കിൽ 2034 നമ്മൾ പോകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 9 വർഷമുണ്ട്. പക്ഷേ ഇവിടെയാണ് ഈ ലോകകപ്പിൻ്റെ, ഇപ്പം 2034 സൗദി ആതിഥേയത്വം വഹിക്കും എന്ന് കരുതപ്പെടുന്ന ലോകകപ്പിൻ്റെ ഈ റിയാദ് നഗരത്തിൽ മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ 3-4 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 9 വർഷം മുമ്പ് തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി കിങ് അബ്ദുൽ അസീസ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്പോർട്സ് സിറ്റി, നമ്മൾ ഈ നേരത്തെ ഒക്കെ സംസാരിച്ച അൽ നസർ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ, സ്റ്റേഡിയങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിനൊപ്പം തന്നെ പുതിയ കളിമുറ്റങ്ങളിലേക്കും അവർ വരുമ്പോൾ ഇവിടം കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇവിടെ കാണാൻ വന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മൾ 2022 ഖത്തർ വേൾഡ് കപ്പ് കണ്ടതാണ്. ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വിസ്മയമാണ്. ഇപ്പോഴും ഫിഫയുടെ പ്രസിഡൻ്റായിരുന്ന ജിയാൻ ഇൻഫാൻറ്റിനോ പറഞ്ഞതുപോലെയാണ് ദ എവർ ബെസ്റ്റ് വേൾഡ് കപ്പ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ സൗദി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനുമപ്പുറത്തേക്ക്, കാരണം 2022 നിന്നും 2034 വരുമ്പോഴുള്ള എല്ലാ സാങ്കേതിക മാറ്റങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ആ വേൾഡ് കപ്പ് പ്ലാൻ ചെയ്യുക, അതിനുള്ള ഒരുക്കം എന്ന് പറയുമ്പോഴാണ് ശരിക്കും അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു മേജർ ചാമ്പ്യൻഷിപ്പിന് നമ്മൾ ഒരുങ്ങുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ്. നമ്മൾ അടുത്ത കോമൺവെൽത്ത് ഗെയിംസിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒളിമ്പിക്സിനായിട്ടും ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. 2024 ഒളിമ്പിക്സ് കഴിഞ്ഞ് 28 കഴിഞ്ഞ് 32 വരുമ്പോൾ, 28 ലോസ് ആഞ്ചലസാണ്, നമ്മൾ 32 ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ആ ശ്രമം നമ്മൾ അവസാന ഘട്ടത്തിലാണ്. അതായത് ഇത്തവണ ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് തിരിച്ചടി ഏറ്റിട്ടുമുണ്ട്. അത് പൊളിറ്റിക്സ് പറയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. എന്തായാലും സൗദി ഇനി വേൾഡ് കപ്പ് ഇപ്പം നടക്കുന്ന ഒരു ഈ വേൾഡ് കപ്പുണ്ട്. ഈ വേൾഡ് കപ്പിൻ്റെ രസം എന്ന് പറയുന്നത്, ഈ വേൾഡ് കപ്പിനായിട്ട് നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വിസ പോലും 5 മിനിറ്റിനകം ലഭിക്കും എന്നാണ് ട്രാവൽസ് രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത്. കാരണം ഈ സ്പോർട്സിൻ്റെ മത്സരം കാണാനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന പക്ഷം ഞങ്ങളൊരു സ്പോർട്സ് ഫ്രട്ടേണിറ്റിയുടെ ആളാണ്. അപ്പം സ്പോർട്സ് ഫ്രട്ടേണിറ്റിക്ക് കിട്ടുന്ന വലിയ അംഗീകാരം ഇവിടെയുണ്ട്. എന്തായാലും സൗദി ഒരുങ്ങുമ്പോൾ, വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഒരുങ്ങുമ്പോൾ, ഈ ഒരുക്കം എല്ലാവർക്കും ഒരു പാഠമാണ്.